നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കണ്ടിട്ട് കുറെ കാലമായല്ലേ? ഏകദേശം ഒരു രണ്ടാഴ്ചയായി കാണും. കാരണം ഇവിടെ അടുത്ത് പള്ളിയിൽ പെരുന്നാളായിരുന്നു, ക്രിസ്മസ് ആണ്. ഇന്നിപ്പോ ന്യൂ ഇയർ ആണ്. ഡിസംബർ കടന്നു പോകുന്നതിനോടൊപ്പം ഇന്ന് ഒരു വർഷവും കൂടി, ഒരു വസന്തവും കൂടി, ഒരു ശിശിരവും കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് കാലചക്രം എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ചക്രം തിരിയുമ്പോൾ ചക്രത്തിനോടൊപ്പം മുകളിലേക്ക് പോകുന്നു, മുകളിൽ പോയിട്ട് കറങ്ങി തിരിച്ച് താഴേക്ക് വരുന്നു. അതോടുകൂടി ജീവിതത്തിന്റെ ഒരു സൈക്കിള് തന്നെ അവസാനിക്കുകയാണ്. ഇതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അഭിമന്യുവിനോട് പറയുന്നത്, മരണത്തിനെ കുറിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മരണം അനിവാര്യമായ ഒന്നാണ്. ജനിച്ച എല്ലാവരും ഒരു കാലത്ത് മരിച്ചിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ളത്. ഡിസംബർ ഒരു യുഗം അവസാനിക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഏട് അവസാനിക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ എപ്പോഴും ഡിസംബർ നഷ്ടങ്ങളുടേതാണ്. കടന്നുപോയ കാലഘട്ടങ്ങളെല്ലാം നഷ്ടങ്ങളുടേത് തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും കടന്നു പോകുന്നത് ഒരിക്കലും തിരിച്ചു വരികയില്ല, അത് നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ഡിസംബറിൽ എപ്പോഴും ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ തുച്ഛമായിട്ട് ഉള്ള ഒരു കാലഘട്ടമല്ലേ നമുക്കുള്ളൂ. ആക്ച്വലി താമരയിലയിൽ വീണ ജലത്തുള്ളി പോലെ ക്ഷണപ്രഭാചഞ്ചലം എന്ന് പറയാവുന്ന ഏത് നിമിഷവും നിപതിക്കാവുന്ന ഒരു ജീവിതം മാത്രമാണ് മനുഷ്യൻ്റെതും എല്ലാ ജീവജാലങ്ങളുടെയും. അപ്പോൾ അതിൽ നിന്നൊരു വർഷം കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദുഃഖമുണ്ടല്ലേ. എനിയോ ഹാപ്പി ന്യൂ ഇയർ ടു എവരി വൺ. പക്ഷെ ഈ ഒരു ഡിസംബർ മാസത്തില് എന്നെയും ഏകദേശം നല്ലൊരു വിഭാഗം മലയാളികളെയും വളരെയേറെ ദുഃഖിപ്പിച്ചൊരു സംഗതിയാണ് ശ്രീ എം ജി വസുദേവൻ നായരുടെ വിയോഗം എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറയാൻ അങ്ങനെ ഒരു വിയോഗം ഇത്രത്തോളം ദുഃഖിപ്പിക്കുന്നു എന്ന് പറയാൻ പ്രാന്തൻ വേലായുധനും തുടങ്ങി കാലവും മഞ്ഞും ഒക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാം ഊഴത്തിലെത്തി ഓരോ വ്യക്തികളുടെയും ഉള്ളറകളിൽ നിന്ന് സമൂഹത്തിനെ നോക്കിക്കാണുന്ന രീതിയിൽ നമ്മൾ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞത് എം ടി വസുദേവൻ നായരുടെ തൂലിക തുമ്പിലൂടെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളില് ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എല്ലാവരും പുസ്തകം വായിക്കണമെന്നില്ല. നല്ലൊരു പുസ്തകം അല്ലെങ്കിൽ പോലും എം ജിയെ അറിയാവുന്നതെന്ന് പറയാൻ നല്ലൊരു വിഭാഗം ആൾക്കാര് എപ്പോഴും സിനിമയെ ആസ്വദിക്കുന്നവരുണ്ട്. സിനിമ വളരെ നല്ലൊരു മാധ്യമമാണ്. അപ്പോ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും എല്ലാ കാര്യങ്ങൾക്കും സമൂഹം നമുക്ക് സിനിമയെ ആശ്രയിക്കാവുന്നതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ സിനിമയില് തിരക്കഥകൾ രചിച്ച എം ജിയുടെ ഏകദേശം കോളിളക്കം സൃഷ്ടിച്ച തിരക്കഥകൾ വരെ ഉണ്ട് എം ജിയുടെ രചനകളിൽ. അപ്പോ അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുന്നവർക്കും പുസ്തക വായന ഒരു ശീലമല്ലാതെ ആണെങ്കിൽ പോലും സിനിമ വല്ലപ്പോഴുമെങ്കിലും കാണുകയും ആസ്വദിക്കുകയും സിനിമയിൽ ഒറ്റയ്ക്ക് ആ കണ്ട സിനിമയെ കുറിച്ച് ഒരു നിരൂപണം അവനവന്റെ മനസ്സിലെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കാലത്ത് എം ജിയെ മറക്കാൻ പറ്റില്ല. കാരണം എം ജിയുടെ ഒരു പ്രത്യേക കഴിവെന്ന് പറയാൻ മറ്റുള്ള എഴുത്തുകാരോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പടി മുകളിലായിട്ട് എം ജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ വായിച്ചറിഞ്ഞതോ താൻ അനുഭവിച്ചറിഞ്ഞതോ ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വരികൾക്കിടയിൽ വായിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള വരികളല്ല, ആ വരികൾക്കിടയിലൂടെ ആ വ്യക്തിയുടെ മനസ്സിനെ അറിയുന്നു. ഇപ്പൊ ജീൻ ബാൽജീന്റെ മനസ്സിനെ അറിയുന്നത് പോലെ തന്നെ ചതീൻ ചന്തുവിന്റെ മനസ്സിനെ അറിയുന്നതും ഭീമസേനന്റെ മനസ്സിനെ അറിയുന്നതും അതൊരു മനുഷ്യനായിട്ട് ആ നായകനെ നായക സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയ സമൂഹത്തിൽ ഒരു സാധാരണ സമൂഹത്തിൽ മനുഷ്യനായിട്ട് കണ്ട് അയാളുടെ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങള്, അന്തഛിദ്രങ്ങള്, ദുഃഖങ്ങള്, സന്തോഷങ്ങള്, ഇത് പുള്ളിയുടേതായ കാഴ്ചപ്പാടിലൂടെ കണ്ട് നമ്മളിലേക്ക് പകർന്നു തരുമ്പോഴാണ് നമ്മളിൽ ഒരുവനായിട്ട് ഈ നായകൻ ഒരു മാറ്റം വരുന്നത്. ഇദ്ദേഹത്തിന്റെ വസുദേവൻ നായരുടെ ഒട്ടുമിക്ക തിരക്കഥകളിലും നമുക്കത് എടുത്ത് കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധ ചില സിനിമകളിൽ അത് ചരിത്രത്തിനോട് സന്ധിയില്ലാതെ അല്ലെങ്കിൽ കാലത്തിനോട് സന്ധിയില്ലാതെ പെരുമാറുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് എം ജിയുടെ തിരക്കഥകള് പുസ്തകങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എം ജിയുടെ തിരക്കഥകളില് നമ്മളെ മതിച്ച ഒരു കഥയാണ് നായകനും വില്ലനുമായിട്ട് ഒരു വ്യക്തി തന്നെ തന്റെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ അനുഭവിച്ച ദാരിദ്ര്യത്തിനും സമൂഹത്തിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾക്കും എല്ലാം പ്രതികാരമായിട്ട്
തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നീങ്ങിയ നായകൻ. ശ്രീ മോഹൻലാൽ അഭിനയിച്ച ചിത്രമായിരുന്നു പിന്നെ ഉയരങ്ങളിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ജയരാജൻ എന്ന കഥാപാത്രം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നീങ്ങുകയാണ്. പക്ഷെ അയാൾ അറിയുന്നില്ല താൻ ചെയ്യുന്നത് അയാളുടെ വാശി, അയാളുടെ ആ കഥാപാത്രത്തിന്റെ വാശി, സമൂഹത്തിനോടുള്ള വൈരാഗ്യ ബുദ്ധി, ഇതെല്ലാം അയാളിൽ ഓരോ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അയാളുടെ ഒരു കോടീശ്വരനാകണമെന്ന ചിന്താഗതി അത്രത്തോളം ദാരിദ്ര്യം അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചു. പക്ഷേ പിന്നീട് പോലീസ് പിടിയിലാകുമ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട്, എനിക്കിപ്പോ തട്ടിപ്പോയ ആകെ ഒരേ ഒരു തെറ്റ്, ഞാൻ എല്ലാ സ്റ്റെപ്പുകളും വിജയിച്ചാണ്, ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. റഹ്മാൻ അഭിനയിച്ച ഉപനായക കഥാപാത്രത്തിനെ ഒരു സഹോദര തുല്യനായിട്ട് കണ്ട് കൊല്ലാതെ വിട്ടു. അപ്പോ ആ ഒരു ഡയലോഗ് ശ്രീ മോഹൻലാൽ പറയുന്നത് വളരെ സുന്ദരമായിട്ടാണ് ഉയരങ്ങൾ സിനിമയിൽ. നമുക്ക് തന്നെ അറിയാം നായകനും വില്ലനും ഒരാൾ തന്നെ എന്നുള്ള തുടക്കം മുതൽ അറിയാവുന്ന സിനിമയാണെങ്കിൽ പോലും സോ ഇൻസ്പെക്ടർ നിങ്ങൾ ജയിക്കുന്നു, പക്ഷെ തോറ്റുപോകാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ എന്ന് പറഞ്ഞ് പുറകിലത്തെ കൊക്കയിലേക്ക് എടുത്ത് ചാടി ജീവൻ വെടിയുന്ന ആത്മാഹുതി ചെയ്യുന്ന ജയരാജൻ എന്ന കഥാപാത്ര ഉയരങ്ങളിൽ. അതല്ലെങ്കിൽ നമ്മള് വടക്കൻ വീരഗാഥയിലേക്ക് വരുമ്പോഴും പെരുന്തച്ചനിലേക്ക് വരുമ്പോഴും ഇപ്പൊ വടക്കൻ വീരഗാഥയില് നമ്മള് ഈ പറഞ്ഞ കണക്ക് മലയരോട് തൊടുത്തു മരിച്ച അച്ഛനെയും സ്നേഹം പങ്കുവെച്ചപ്പോൾ കൈയുറച്ച ഗുരുനാഥനെയും പൊന്നിനോടും പണത്തിനോടും കൂട്ടി നോക്കിയപ്പോൾ പിൻവാങ്ങിയ പ്രാണപ്രേയസിയെയും ഒടുവിൽ സത്യം മനസ്സിലാക്കാതെ ചതിച്ചു എന്ന് പറഞ്ഞ സുഹൃത്തിനെയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചന്തു എന്ന വ്യക്തിയുടെ ആ ഒരു മാനസിക സംഘർഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 1000 ആനകളുടെ അതിനകത്ത് തന്നെ ഈ മമ്മൂട്ടി അത് വളരെ സുന്ദരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചില വരികളൊക്കെ എഴുതിയിരിക്കുന്നത് ഗാനത്തിലെ വരികൾ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എവിടെ സ്വർഗകന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങളാണുള്ളത്. പിന്നീടാണ് മനസ്സിലായത് സ്വർഗകന്യകളും സ്വർണ്ണച്ചാമരങ്ങളും അന്നത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അംഗം വെട്ടുന്ന ചേകവന്മാര് ശത്രുവിന്റെ വാളാൽ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് സ്വർഗരാജ്യത്ത് കിട്ടുന്നതാണ് സ്വർഗകന്യകൾ, ഈ സ്വർണ്ണച്ചാമരങ്ങൾ വീശുന്ന സ്വർഗകന്യകൾ എന്നുള്ള അന്നത്തെ ഒരു മിത്താണ്. അപ്പൊ ആ ഒരു ഗാനരംഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി ഇങ്ങനെ നീല നിലാവുള്ള രാത്രിയിൽ ആ നദിയിലൂടെ വെള്ള കുതിരപ്പുറത്ത് ഇങ്ങനെ സ്ലോ മോഷനിൽ വരുന്ന രംഗമൊക്കെ ആക്ച്വലി കോരിത്തിരിപ്പിക്കുന്നതായിരുന്നു. അതല്ല ഞാൻ ഈ പറഞ്ഞത്. യഥാർത്ഥത്തില് പിന്നെ ചന്തുവിന്റെ മാനറിസംസ് ഒരു സാധാരണക്കാരനായിട്ട് അന്ന് വരെ കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മലയാള രാജ്യം കണ്ടിട്ടുള്ള ചതിയനായ ചന്തു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ അപ്പാടെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു, തിരക്കഥയായിരുന്നു. രണ്ടാമൂഴത്തിൽ 1000 ആനകളുടെ ശക്തിയുള്ള ഭീമസേനൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം തന്റെ പ്രാണപ്രേയസിക്ക് വേണ്ടി പാഞ്ചാലിക്ക് വേണ്ടി ഗന്ധമാദന പർവ്വതത്തിൽ പോകുന്നതും അവിടെ നടത്തിയ അജയ്യമായ തന്റെ ജൈത്രയാത്രയ്ക്ക് അവസാനം കല്യാണ സൗഗന്ധികം കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ കാർകൂന്തലിൽ തിരുകുന്ന സമയത്ത് പാഞ്ചാലിയിൽ നിന്നുണ്ടാകുന്ന പ്രണയപരവശമായ ആ ഒരു നിമിഷത്തിന് വേണ്ടി പ്രതീക്ഷിച്ച ഭീമസേനൻ പക്ഷേ പാഞ്ചാലിയുടെ കയ്യിലെ ഛായാമുഖിയിൽ കാണുന്നത് തന്റെ സഹോദരൻ അർജുനന്റെ മുഖമാണ്. അവിടെ യഥാർത്ഥത്തില് സ്വന്തം അസ്തിത്വത്തിന് തന്നെ മങ്ങലേറ്റ, അസ്തിത്വത്തിന് മുറിവേറ്റ ദുഃഖിതനായ ഒരു ഭീമസേനൻ, മനുഷ്യൻ, സാധാരണ മനുഷ്യന്റെ ജീവിത രീതിയിലേക്ക് എന്നെയും നിങ്ങളെയും പോലെ ഏതൊരു വ്യക്തിയും പോലെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഭീമനെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വളരെ അനുഗ്രഹീതമായ ഒരു തിരക്കഥാരചനയുടെ ഒരു കല തന്നെയാണ്. ഛായാമുഖി എന്ന് പറയുന്ന ആളുടെ കയ്യിലിരിക്കുന്നു, അവർ അതിനകത്ത് നോക്കുമ്പോൾ, ആ ദർപ്പണത്തിൽ നോക്കുമ്പോൾ അവർ സ്നേഹിക്കുന്ന, അവരുടെ മനസ്സ് സ്നേഹിക്കുന്ന വ്യക്തിയെ ആ ഛായാമുഖിയിൽ കാണുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് കുടുംബി ഭീമസേനന് നൽകിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരം മനുഷ്യന്റെ ഉള്ളറകളെ വ്യക്തമായിട്ട് പഠിക്കുകയും ആ നായകന്റെ കണ്ണിലൂടെ സമൂഹത്തിനെ നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്ത ശ്രീ എം ജി വസുദേവൻ നായർ തന്റെ തൂലികകൾ താഴ്ത്തി വെച്ച് അദ്ദേഹം കാലയവനിലേക്കുള്ളിൽ മഞ്ഞുപോലെ മാഞ്ഞുപോയി എന്ന് പറയാം. ഒരു മഞ്ഞുപോലെ അദ്ദേഹം മാഞ്ഞുപോയി. എന്തായാലും ഒരു ഗുരുനാഥന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെല്ലാവരും കാണുന്ന അദ്ദേഹത്തിന് വണക്കം, നന്ദി, നമസ്കാരം.